അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? സുഖം തന്നെയല്ലേ? അപ്പം നമ്മളിന്ന് രാവിലെ തന്നെ എണീച്ചപ്പോൾ തന്നെ മഴയാണ്. അപ്പോൾ മഴയൊക്കെ കുറച്ച് നേരം കണ്ട് പിന്നെ നമ്മൾ രാവിലത്തെ ചായയും കടിയൊക്കെ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഈ ചപ്പാത്തി മാവൊക്കെ ഇങ്ങനെ കുഴക്കണ കാണുമ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ചപ്പാത്തി ആയിക്കാരെന്ന്. എന്നാൽ ചപ്പാത്തി അല്ല മക്കളെ, എന്നാണ് പുകാടയാണ്. ഒന്നുമില്ല ചപ്പാത്തി ഉണ്ടാക്കണം. അപ്പോൾ മക്കൾക്കൊന്നും സ്കൂളില്ലാത്ത ദിവസമല്ലേ, അപ്പം ഇന്ന് ഓൾക്ക് എന്ത് വെറൈറ്റി കടി ആയിക്കോട്ടെ. ഇതിപ്പോൾ നമ്മൾ സാധാരണ വൈകുന്നേരമല്ലേ ഉണ്ടാക്കൽ. അപ്പോൾ രാവിലെ ഉണ്ടാക്കിയാലും മക്കൾക്ക് നല്ല ഇഷ്ടമായി കാരണം. അപ്പം ഇന്ന് നമ്മൾ രാവിലെ പുകാടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോക്കിന് വെയിലൊക്കെ ഉദിച്ചിരിക്കണം കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ പുകാടൻ്റെ മാവൊക്കെ കുഴച്ച് പുകാട ഇങ്ങനെ ഓരോന്നോരോന്ന് ഉണ്ടാക്കുകയാണ്. സാവധാനമൊക്കെ ഉണ്ടാക്കണുള്ളൂ. പിന്നെ സ്കൂളൊന്നും ഇല്ലല്ലോ, വല്ല അർജൻറ്റൊന്നും ഇല്ലല്ലോ. അങ്ങനെ ആക്കാൻ പോലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. പിന്നെന്താ, അങ്ങനെ ഇപ്പം നമ്മളെ പുകാടൊക്കെ റെഡി ആയിക്കണ്. ഇനിയിപ്പോൾ അതൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ചിട്ടുണ്ടോല്. അതിനിടയിൽ ഞാൻ ഓരോന്നിങ്ങനെ ഉണ്ടാക്കണമുണ്ട്. കുറേ ഉണ്ടാക്കിനു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്യേണ്ടി, സബ്സ്ക്രൈബും ചെയ്യേണ്ടി. അപ്പോൾ ഇത് പീടികയിൽ പോയി കണ്ട മുട്ടായി കുപ്പി കൊടുക്കാൻ എടുത്തോണ്ട് നിൽക്കണം. അതിലൊരു 2-3-4 മുട്ടായി ഉണ്ട്. അപ്പോൾ ഓനെ മുട്ടായി എടുക്കാൻ എടുത്തോടുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ പുകാടൊക്കെ റെഡിയായി. നമ്മളെല്ലാവരും ചായയൊക്കെ കുടിച്ചാണ്. അപ്പോൾ രാവിലെ ഇങ്ങനത്തെ കടിയൊക്കെ ഉണ്ടാക്കിയാൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി കാരണം. അപ്പോൾ ഇതാണ് നമ്മളെ കോഴിക്കൾ. ചായ കുടിയൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ കോഴിക്കളൊക്കെ വിട്ട് ഓൾക്ക് തിന്നാൻ കൊടുക്കുകയാണ്. പിന്നെ മുറ്റൊക്കെ ഒന്ന് അടിച്ചു വാരാണ്. ഞാനല്ല അടിച്ചു വാരുന്നത്. നമ്മളെ മോളുമാണ് കേട്ടോ അടിച്ചു വാരുന്നത്. ഓളിങ്ങനെ അടിച്ചു വാരുകയാണ്. പിന്നെ കുറച്ച് നേരം പത്രമൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്ന്. അതിൻ്റെ ഇടയിൽ കൂടെ ചോറും വെന്തിക്കണ്. അതിൻ്റെ ഇടയിൽ കൂടെ ചോറൊക്കെ തീമട്ടീനു, അതൊക്കെ വെന്തിക്കണ്. അപ്പോൾ നമ്മൾ ചോറങ്ങനെ ഊറ്റുകയാണ്. ചോറങ്ങോട്ടായാൽ പിന്നെ വലിയൊരു അർജൻറ്റൊന്നുമില്ലല്ലോ. കൂട്ടാൻ പിന്നെ ആക്കം പോലെ ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ ഓൾക്ക് കഞ്ഞി വേണമെങ്കിൽ കഞ്ഞി കൊടുക്കാം. ഒരു ചമ്മന്തി എന്തെങ്കിലുമൊക്കെ അരച്ചിക്കാണ്ട് കഞ്ഞിയും കൊടുക്കാമല്ലോ. പിന്നെ ഇപ്പോൾ ചോറ് ഉച്ചക്കൊക്കെ അല്ലേ, അപ്പോൾ കൂട്ടാൻ കറിയൊക്കെ സാവധാനം ഉണ്ടാക്കിയാൽ മതി വെച്ചിട്ട് ചോറ് ആക്കി വെച്ചിരിക്കണം. സ്നേഹക്കടലായി നീ എൻ്റെ മാത്രമാകുമോ, മാറ്റിയിടും എൻ്റെ പെണ്ണായി. അപ്പോൾ മക്കളെ ചോറൂറ്റലൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ കുറച്ച് കഞ്ഞി ആ കുടുക്കൻ്റെ അടിയിലുള്ള കുറച്ച് കഞ്ഞി വറ്റൊക്കെ ഒരു പാത്രത്തിൽ വെച്ച് വെച്ചിരിക്കണ്. അപ്പോൾ അതിൽ ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ കഞ്ഞി കുടിച്ചാലോ. അത് നമ്മൾ ചോറ് വെച്ച് കൊടുത്തപ്പോൾ തന്നെ മോറി വെക്കണം. പിന്നേക്കൊക്കെ വെച്ചാൽ അങ്ങനെ കട്ടും വൈകുന്നേരമാവോളം. അപ്പോൾ ചോറ് വന്നപ്പോൾ തന്നെ കുടുക്ക മോറിച്ച് ആ പണിയാണ് കഴിച്ചു. അതൊക്കെ അങ്ങനെ ചെയ്യലുണ്ടോ? പക്ഷെ ഞാനങ്ങനെയാണ്, എൻ്റെ ഒരു രീതിയാണ്. ഞാനെന്നും അങ്ങനെയാണ് ചെയ്യൽ. പിന്നൊക്കെ മാറ്റി വെക്കലില്ല.
അപ്പം എൻ്റെ കണ്ടുകാണ്ട് നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്തോണ്ടി. ഉണ്ടാവും, ചെയ്യാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോണ്ടി. ഇപ്പം നമ്മൾ അടുപ്പും വീതനൊക്കെ കണ്ടില്ല, നിങ്ങൾ മണ്ണാണ്. അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ കൊട്ടത്താളുള്ളത്. കൊട്ടത്താളൊക്കെ നല്ല ഉഷാറാക്കി ഉണ്ടാക്കിയൊക്കെ ചെയ്തുക്കണു. പിന്നെ അടുപ്പ് നമ്മൾ താൽക്കാലികമായിട്ട് മണ്ണുകൊണ്ടും കട്ടുകൊണ്ടും കല്ലുകൊണ്ടൊക്കെ പിന്നെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഒക്കെ കഴിഞ്ഞാണ്ട് പിന്നെ ഒരു രണ്ടാളും കുട്ടികൾ രണ്ടാളും കൂടി മൂച്ചിൻ്റെ ചോട്ടക്ക് മാങ്ങ ഉണ്ടോ നോക്കാൻ പോയിന്. നമ്മളെ മൂച്ചൊന്നല്ല, നമ്മളടുത്ത പിന്നെ അടുത്ത തൊടുവിലാണ്, പെരൻ്റെ അടുത്ത തൊടുവിലാണ് മാങ്ങ ഉള്ളത്. അപ്പോൾ അവരോട് ചോദിച്ചിക്കാണ്ടൊക്കെ തന്നെയാണ് എടുക്കൽ. അപ്പോൾ ഒരു രണ്ടാളും ചായ കൂടിയൊക്കെ കഴിഞ്ഞാണ്ട് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ മാങ്ങ ഉണ്ടോ മുച്ചിൻ്റെ ചോട്ടിൽ ചാടിയതുണ്ടോ നോക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നല്ല കാടൊക്കെ തോന്നും. അതിന് മാത്രം കാടൊക്കെ ഉണ്ട്, മേലക്കൊക്കെ കാടുണ്ട്, അടിയിലേക്കൊന്നും അങ്ങനെ കാടില്ല. പിന്നെ ഇവിടെ നിറച്ച് കല്ലും പൊത്തുകളൊക്കെ ഉണ്ട്. കുട്ടികളെ ഒറ്റക്ക് പറഞ്ഞേക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ മാങ്ങ പൊറുക്കാൻ പോവാണ്. ഇപ്പോൾ അവിടെയും ഇവിടെയൊക്കെ ഓരോ മാങ്ങ അങ്ങനെ കിടക്കുന്നുണ്ട്. രാവിലെ കുറേ ഉണ്ടാവും, അതെല്ലാവരും പൊറുക്കും. പിന്നെ ഇപ്പോൾ ഇത് രണ്ടാമത് ചാടുന്നതാണ്. അത് കാടൊക്കെ ആയിട്ട് അതിൻ്റെ ഇടയിൽ നിന്ന് കണ്ടുപിടിച്ചാൽ കുറച്ച് തരമാണ്. എന്നാലും ഓരോന്നോരോന്നൊക്കെ ഉള്ളൂ. രാവിലെ പറഞ്ഞില്ലേ കുറേ ചാടും, രാവിലെ നീച്ചേക്കിന് കുറേ ഉണ്ടാവും. അതങ്ങനെ ഞങ്ങളെ മേലത്തെ ഒരു പേരുണ്ട്, ഓല് പൊറുക്കും. പിന്നെ അങ്ങനെയൊക്കെയാണ്. ഇവിടെ നിറച്ച് കൊത്തും മടയൊക്കെ ഉണ്ട്. കുട്ടികളെ പറഞ്ഞേക്കാനൊക്കെ പേടി തന്നെയാണ്. പിന്നെ നായ്ക്കളുണ്ട്. അപ്പോൾ മാങ്ങ കാലത്തല്ലേ മാങ്ങ ഉണ്ടാവുള്ളൂ വെച്ചിട്ടിപ്പോൾ അങ്ങനെ പോയി പൊറുക്കുകയാണ്. ഇവിടെ കാണാത്ത ഇവിടെ ഒന്നുമില്ലല്ലോ. മേലുണ്ടോ നോക്കാം. ഇവിടെ ഉണ്ടോ നോക്കിയിട്ട് മേലേക്ക് പോവാ. ഇങ്ങോട്ട് വാ. മാങ്ങ കിട്ടി, കാണിച്ചു കൊടുത്താ. എത്ര കിട്ടി? രണ്ടെണ്ണം അല്ലേ? ഫുള്ളല്ല. നമുക്ക് ഇനി മേലേക്ക് പോയേക്കാം. മേലല്ലേ? ഫുള്ള് മേലല്ലേ? ഇവിടെ ഒന്നും ഇല്ലല്ലോ, നോക്കി പോയിക്കോട്ടെ. ഇവിടെ കണ്ടോന്ന് ഇല്ല. നമ്മള് ഓർക്കാനും ഉണ്ടെന്ന് നമ്മള് അങ്ങ് ഇട്ടെടുത്താളേ. ഇന്ന് നോക്കാം. ഇന്നെന്താ നോക്കാം. അവിടെ വാ പോരെ. പോന്നില്ലേ? കവറും പിടിച്ചിങ്ങനെ നടക്കണം. ഇറങ്ങിയടേ. ഇതൊക്കെ നല്ലതല്ലേ? ഓക്കെ, നല്ലതാണ്. ചുണ്ട് മൂക്കും ഉമ്മാനോട് ചോദിച്ചൊക്കെ നല്ലതാണ്, എടുക്കാൻ പറ്റുമോ? നല്ലതാണ്, ഇത് നല്ലതാണ്. ഇതെടുക്കാൻ പറ്റുമോ? ഇത് മത്തൊക്കെ ഉണ്ടല്ലോ. ഇതെടുക്കാൻ പറ്റുമ്മ? വേണ്ട, ഓലൻ്റെ അടുത്ത് നാളെ പോയിട്ടാണ് കളി.
ഞാൻ അങ്ങോട്ട് വരൂ, നിന്നോ. എന്നാ കവർ കിട്ടാ. കവർ കിട്ടാ. എന്നാ കവർക്കിടെ നോക്കണോ. ഓ കിട്ടിയതോ. പോയോ നിങ്ങളിപ്പോ സാധാരണ സോപ്പൊടിയാണെങ്കിൽ നല്ല പതയാണെങ്കിൽ ഒരുപാട് ഇടണ്ടേ. അതേപോലെ തന്നെ അതേ ചെലവിൽ ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ച് നിങ്ങൾ ഒരാനും കൂടി ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല അടിപൊളി പ്രോഡക്റ്റ്. ഒന്നും വേണ്ട, 115 ഉള്ളൂ പറഞ്ഞില്ലേ. ഒരു കച്ചവടക്കാരൻ വന്നിക്കണം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.